സുബ്ഹാനഹു വ തആല അടിമകളിൽ നിന്നും ഖലീലായി സ്വീകരിച്ചതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അതാണ് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൽ ഒരു വലിയൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജീവിച്ചത് മുവഹിദായിട്ടാണ്, തൗഹീദിന് വേണ്ടിയിട്ടാണ്. ആ തൗഹീദിന് വേണ്ടിയിട്ടാണ് എല്ലാം സഹിക്കുകയും ത്യജിക്കുകയും ചെയ്തത്. എല്ലാ പ്രയാസങ്ങളും ആ തൗഹീദിന്റെ പേരിലാണ്. അതുകൊണ്ട് തന്നെ ആ തൗഹീദിന്റെ പേരിലാണ് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പരാമർശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ ഓരോ കാര്യങ്ങൾ വ്യക്തമായി ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും മനസ്സിലാക്കാൻ, അത് ഉൾക്കൊള്ളാൻ നല്ല തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും.